ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഒരു ഫേസ് പാക്കാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ പാക്കാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മുഖം ഇങ്ങനെ ടാൻ അടിച്ച് നിൽക്കുന്നല്ല എന്നാണെങ്കിൽ ആ ഒരു സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം, അപ്പം തന്നെ തേക്കണം. ഇത് എടുത്ത് വെക്കാൻ പാടില്ല, കാരണം എടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പൗഡർ, നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിരിക്കണം. ഒരിക്കലും അതിലൊരു തരിതരിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ഫേസ് ദിവസവും സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ദോഷമുള്ള കാര്യമാണ്. കാരണം ഡെഡ് സെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം സ്ക്രബ് ഉപയോഗിക്കാറ്. നമ്മളെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനം ഡെയിലി നമ്മൾ ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നല്ല സെൽസും കൂടിയും ഇല്ലാണ്ടാവും. അത് നമ്മുടെ പ്രായം തോന്നിക്കാനും സ്കിന്ന് സാഗ് ചെയ്യാനൊക്കെ കാരണമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി സ്ക്രബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂണോളം നിങ്ങൾ കുക്കുംബർ ജ്യൂസ് എടുക്കുക. അതായത് നമ്മുടെ കക്കിരിക്ക ഉണ്ടല്ലോ, സാലഡിൽ യൂസ് ചെയ്യുന്ന കക്കിരിക്ക, വെള്ളരിക്കയല്ല, കക്കിരിക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ആ ഒരു നീരാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം നീരെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അലോവേര ജെല്ലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒരു കിടിലൻ സാധനം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിന്ന് ഡ്രൈ ആയതിന് ശേഷം നിങ്ങളൊന്ന് കഴുകിക്കളയുക. നല്ലോണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. അതിനുശേഷം കഴുകിക്കളഞ്ഞാൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടും. നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ നിങ്ങളിത് യൂസ് ചെയ്യുക. അതായത് വെയിലത്ത് നിങ്ങളിനി ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന സമയത്ത് നിങ്ങളിത് യൂസ് ചെയ്യുക. എല്ലപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.